വെൽക്കം ബാക്ക്. ഇതുപോലൊരു കൊത്ത് ചപ്പാത്തി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാമോ? ഇതിനായി ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉപ്പും വെള്ളവും അല്പം നെയ്യും ഒഴിച്ച് കുഴച്ച് ചപ്പാത്തി നമ്മൾ നോർമലായിട്ട് ചപ്പാത്തി ഒരു 3 ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായി നമുക്ക് ഒരു ജാർ എടുത്തിട്ട് അതിനകത്ത് ഒരു 4-5 പീസ് ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി അര ടീസ്പൂൺ പേസ്റ്റും ഒരു പച്ചമുളകും ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാൻ എടുത്ത് അതിനകത്ത് അല്പം എണ്ണ ഒഴിച്ച് ഇതിട്ട് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് ഒരു ചിക്കൻ മാഗി ക്യൂബ് കൂടി ഇടാം. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. ഈ മാഗി ക്യൂബ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഉപ്പ് ഇട്ടാൽ മതി. മാഗിയിൽ ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പിടാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി അല്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. ഇത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓഫ് ചെയ്യാം. വേറൊരു ഫ്രൈ പാൻ അടുപ്പിച്ച് അല്പം ചൂടായിട്ട് ഇതെടുക്കാം. നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ചെറിയ പീസ് ബട്ടർ ഇടാം. ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മൾ മുട്ട ഒഴിക്കുക. നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നൈസായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മിക്സിലോട്ട് നമ്മൾ ചപ്പാത്തി അരിഞ്ഞത് ഇടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ ഒരു സവാള, ഒരു ഹാഫ് പച്ച ക്യാപ്സിക്കം, ഒരു ഹാഫ് റെഡ് ക്യാപ്സിക്കം, ഇത് രണ്ടും ഇതിലോട്ട് ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അത് കൂടുതൽ കുക്കാവേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് കൂടി ഇതിലോട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില നന്നായിട്ടൊന്ന് ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മൾ അടിപൊളി കൊത്ത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സെർവിങ് ഡിഷിലോട്ട് ഒന്ന് മാറ്റാം. കൊത്ത് ചപ്പാത്തി അടിപൊളിയായി നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.